ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓഡിയോ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ബ്രിഡ്ജ് റെക്ടിഫയർ നമുക്കൊരു ബ്രെഡ് ബോർഡിൽ ചെയ്തായിരിക്കും കാണിക്കുന്നത്. അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് സർക്യൂട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് മൈക്രോ കൺട്രോളേഴ്സിൻ്റെ വർക്കിംഗ്, അതായത് അതിൻ്റെ ഒരു പവർ സപ്ലൈ സെക്ഷനിലൊക്കെ നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലം നമ്മുടെ SMBS, നമ്മുടെ ടി വി ഉണ്ടല്ലോ, ടി വിക്കകത്തുള്ള എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യണേ, മെജോറിറ്റി നമ്മൾ യൂസ് ചെയ്യണത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ബ്രിഡ്ജ് റെക്ടിഫയർ കൂടുതലായിട്ട് യൂസ് ചെയ്യണത് ഏറ്റവും നല്ല റെക്ടിഫയർ സെക്ഷനിൽ വരണമെന്നാണ്. നല്ലൊരു റെക്ടിഫയർ ആണ്. ഔട്ട്പുട്ട് ലോസ് കുറവാണ്, അതായത് പവർ ലോസ് കുറവായിട്ടുള്ള നല്ലൊരു റെക്ടിഫയർ ആയതുകൊണ്ടാണ് നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ തന്നെ എല്ലായിടത്തും യൂസ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്യുന്ന ടൈമിൽ ഈ ആനയോട് കേതയോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു വീഡിയോ, ആ ഒരു സെക്ഷൻസ് എവിടെയൊക്കെയാണ് കണക്ട് ചെയ്യണം, നമ്മുടെ ഡയോഡ് എങ്ങനെ കണക്ട് ചെയ്തു എന്ന് നോക്കിയിട്ട് ആ ഒരു സെക്ഷനിൽ ആനയോട് കേതയോട് കൃത്യമായിട്ട് എഴുതി കാണിക്കും. ജസ്റ്റ് വരച്ചെടുക്കുന്നവർക്ക് അത് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ആനയോട് കേതയോട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഡയോഡ് സെയിം എക്സാക്ട് ഡയോഡ് എങ്ങനെ ഇരിക്കുമോ അതേപോലെ ആയിരിക്കും കണക്ഷൻസ് ഇരിക്കുന്നത്. ആ ഒരു കണക്ഷൻസ് ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ അല്ലേ? അത് നമുക്കൊരു 4007 റേഞ്ച് ആയിരിക്കും നമ്മളിവിടെ ചെയ്യണേ. നിങ്ങൾക്ക് ഈ ഒരു ബേസിക് സർക്യൂട്ട് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് 5 ആംപിയർ 6 ആംപിയറിൻ്റെ ഒക്കെ ഡയോഡ്സ് വെച്ചിട്ട് ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്യാൻ പറ്റും. കപ്പാസിറ്റേഴ്സിൻ്റെ വാല്യൂസ് അതനുസരിച്ച് മാറ്റി കൊടുത്താൽ മതിയാവും. 4000 സംതിങ് MUF മുകളിലുള്ള കപ്പാസിറ്റേഴ്സൊക്കെ ഇടണം. നമ്മളൊരു 5 ആംപിയർ ഒക്കെ ഇടുകയാണെങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾ ആ സർക്യൂട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? ഈ ഒരു സർക്യൂട്ട് മനസ്സിലാക്കുക നന്നായിട്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സർക്യൂട്ട്സ്, അതായത് ആംപിയർ കൂടിയ സെക്ഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഒരു ഡയോഡ് എടുക്കുക, ഇതുപോലെ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു ഡയോഡ് എടുക്കുക, ഇതുപോലെ കണക്ട് ചെയ്യുക. കണ്ടോ, ആനയോടൊന്നും കേതയോടൊന്നും ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ചെയ്യുന്നവർ, അല്ലാത്തവരൊന്ന് ശ്രദ്ധിക്കുക അതിൽ കണക്ഷൻസ്. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർ മാത്രം നോക്കിയാൽ മതി, അല്ലാത്തവർക്ക് ജസ്റ്റ് അറിയാമായിരിക്കും. അതേപോലെ തന്നെ അടുത്തൊരു ഡയോഡും കൂടെ ഇതുപോലെ കണക്ട് ചെയ്യാം. ഇത് അവിടെ ഉണ്ട് ആനയോട് കേതയോട്. ഇത് ആനയോടും സെക്ഷനാണ്. ഓക്കെ. അതേപോലെ അടുത്തൊരു ഡയോഡും കൂടെ കണക്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ നമുക്ക് കേതയോടും ഇവിടെ കേതയോടും ആനയോടും. ഓക്കെ. അപ്പോൾ നമ്മുടെ എന്തായി, ബ്രിഡ്ജ് റെക്ടിഫയർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സർക്യൂട്ട്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫിൽറ്റർ, ഒരു എന്താ പറയുക, ചെറിയൊരു AC പ്രസൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? നമ്മൾ പ്യുവർ DC അല്ലേ നോക്കണേ. അപ്പം അതിനകത്ത് ചെറിയ രീതിയിലൊരു AC പ്രസൻസ് ഉണ്ടാവും. ആ ഒരു AC പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യണേ. ഓക്കെ അല്ലേ? ഇതുപോലൊരു കപ്പാസിറ്റർ ഒരു 1000 MUF മതിയാവും. ഒരു 4007 വെച്ചിട്ടുള്ള ഇതിനൊക്കെ ആ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട്സിന് 1000 MUF 2200 MUF അതിനകത്ത് ഏതെങ്കിലും ഒരു കപ്പാസിറ്റേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ അതിന് പിന്നെ നമ്മൾ 5 ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യണം. പ്യുവറായിട്ട് DC എടുക്കണമെങ്കിൽ 5 ഫിൽറ്റർ യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് ഫിൽറ്റർ സെക്ഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം ഫിൽറ്ററൊക്കെ. ഇപ്പം നമുക്ക് ഇത്രയും മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഇതുപോലെ ചെയ്യുക, ഒരു കപ്പാസിറ്റർ വെച്ച് ഫിൽറ്റർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ബ്രിഡ്ജ് റെക്ടിഫയറിന് നമ്മൾ ഇൻപുട്ട് AC കൊടുക്കും, ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്, DC ആണ് കിട്ടുന്നത്. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ കേതയോടും ആനയോടും വന്ന് കയറുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗം കണ്ട, കേതയോട് ഇവിടെ വന്നു, ആനയോട് വന്ന് ഇവിടെ വന്നു. ഈ രണ്ട് ഭാഗം ഇതുപോലെ സെയിം ഓപ്പോസിറ്റ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഇവിടെ വരും. ഓക്കെ. ഇവിടെയും കേതയോടും ആനയോടും ഈ രണ്ട് ഭാഗത്തായിരിക്കും എന്ത് ചെയ്യണം, നമ്മൾ AC ഇൻപുട്ട് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്തായാലും ഒരു പവർ സപ്ലൈന്ന് AC ഇൻപുട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്നൊരു കണക്ഷൻ എടുത്തു, നമ്മുടെ ഇവിടെ നെഗറ്റീവിൽ കൊടുത്തു. നെഗറ്റീവ് എന്ന് ഉദ്ദേശിച്ചാണ്ട്, നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ, ഇവിടെ നെഗറ്റീവ് എന്ന് കൊടുത്തിരുന്നതുകൊണ്ടാണ് ഈ ഒരു ലൈനിൽ കൊടുത്തു ബ്രെഡ് ബോർഡിൻ്റെ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തു, ബ്രെഡ് ബോർഡിൻ്റെ ഈ ഒരു ലൈനിൽ കണക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിൻ്റെ കളർ ഒന്ന് മാറ്റിക്കുക, ഒരു ഏത് കളറാക്കാം, ഒരു ഓറഞ്ച് കളറാക്കാം. AC അല്ലേ? നമുക്കൊരു ബ്ലൂ ആക്കാം, അപ്പോൾ അത് കറക്റ്റാണ്. കുറച്ചും കൂടെ ബ്ലൂ. ഓക്കെ, ബ്ലൂ കളറാക്കി.
അത് നമ്മുടെ AC അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പവർ സപ്ലൈന്ന് കണക്ട് ചെയ്യണം. കണക്ഷൻസ് ഓക്കെ അല്ലേ? നമ്മൾ അറിയാമല്ലോ ഈ ഒരു കണക്ഷൻ ചെയ്തേക്കണം. ഇത് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, പവർ സപ്ലൈ എടുത്ത് ഈ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കണക്ട് ചെയ്തു. ഈ ഒരു ലൈൻ ഇവിടം വരെയും കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു വയർ ഉപയോഗിച്ച് ഇപ്പുറത്തോട്ട് കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്ത് കൊടുത്തു, നമ്മുടെ പവർ സപ്ലൈ എന്നുള്ള കണക്ഷൻ ഇവിടെ കൊടുത്തു. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് അടുത്ത നെഗറ്റീവ് എന്ന് പറയുമ്പോൾ AC അല്ലേ, കൊടുക്കുക. അതേപോലെ കണക്ട് ചെയ്യുക. നമ്മൾ എവിടെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ കൊണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ 2 കണക്ഷൻസും കഴിഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പവർ സപ്ലൈയും നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു റെക്ടിഫയറിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുക്കണം. ഔട്ട്പുട്ട് എടുക്കണത് ഈ 2 കേതയോടും വന്ന് വരുന്ന ഭാഗം കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ എന്തെടുക്കണേ, പോസിറ്റീവ് എടുക്കണേ. പോസിറ്റീവ് നമ്മൾ ഇതുപോലെ എടുത്ത് ഇവിടെ കൊടുക്കുക. നമുക്ക് കളറൊന്ന് മാറ്റിയേക്കാം, ഒരു റെഡ് ആക്കാം. ഇവിടെ നമ്മൾ കപ്പാസിറ്റർ ഏതാണെന്ന് അറിയാലോ, ഇലക്ട്രോലൈറ്റ്സ് കപ്പാസിറ്ററാണ്. അപ്പോൾ അതിനെന്തുണ്ടാവും, പൊളാരിറ്റി ഉണ്ടാവും. പൊളാരിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, പോസിറ്റീവ് സെക്ഷനിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തു, ഈ ലൈനിൽ കൊടുത്തു. അപ്പോൾ എന്തായി, ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ഷനായി, ഇവിടെ നിന്ന് ഇങ്ങനെയും കണക്ഷനായി. അപ്പോൾ ഈ ഒരു വയർ ഉപയോഗിച്ച് ഇങ്ങനെ കണക്ട് ചെയ്തപ്പം നമുക്കിവിടെ എന്തായി, ഇവിടെ കപ്പാസിറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതായത് ഡയോഡിൽ നിന്ന് വരുന്ന DC ഔട്ട്പുട്ട് നമ്മൾ ഫിൽറ്ററിന് വേണ്ടി കപ്പാസിറ്ററിലോട്ട് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് ആനയോടും കയറുന്നിടത്തു നിന്ന് എന്ത് കിട്ടും, നെഗറ്റീവ് കിട്ടും. ആ നെഗറ്റീവും ഇതേപോലെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ഭാഗത്ത് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലോട്ട് ആനയോടും കയറുന്ന ഭാഗത്ത് നിന്ന് നമ്മളെടുത്ത് കണക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറ്റിയേക്കാൻ മനസ്സിലാവാൻ വേണ്ടി ബ്ലാക്ക് ആക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ടോട്ടൽ സർക്യൂട്ട് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് മെഷർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വോൾട്ട് മീറ്ററിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുക. ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കണം, ഈ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് 2 കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിന്ന് നെഗറ്റീവ് ഔട്ട്പുട്ടും പോസിറ്റീവിന്ന് പോസിറ്റീവ് ഔട്ട്പുട്ടും എടുത്താൽ നമുക്ക് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്താലും മതിയാവും. ഇവിടെ നിന്ന് എടുത്ത് മൾട്ടിമീറ്ററിൻ്റെ 2 പ്രോബ് അറിയാമല്ലോ, അതിൽ ചുമന്ന പ്രോബിൽ കൊടുക്കുക, അതായത് പോസിറ്റീവിൽ. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കളറൊന്ന് മാറ്റിയേക്കാം. ഓക്കെ, റെഡാക്കി. അതുപോലെ തന്നെ നെഗറ്റീവ്, അടുത്തൊരു കറുത്ത പ്രോബ് ഉണ്ടാവും, അത് നെഗറ്റീവാണ്, അവിടെ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മുടെ കണക്ഷൻസ് മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം, ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര വരുന്നുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ ഇൻപുട്ട് AC കൊടുത്തു, അത് DC ആക്കി ഔട്ട്പുട്ട് കിട്ടണം. ഓക്കെ, നമ്മൾ ഇൻപുട്ട് ഒരു 30 വോൾട്ടോളം നമ്മൾ കൊടുത്തു. നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് 29 വോൾട്ടാണ്. കാര്യം അത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് പോകണമെന്ന്. ഫിൽറ്റർ ചെയ്യുന്ന ടൈമിൽ കുറച്ച് വോൾട്ടേജ് ഡ്രോപ്സ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഡയോഡിൻ്റെ ഒരു സെക്ഷനിലും കുറച്ച് വോൾട്ടേജ് ലോസ് ഉണ്ടാവും. അത് നമ്മൾ നോക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കുക. ഈ ഒരു സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുമ്പം ഇത്രയും മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതിയാവും. നമുക്ക് കൃത്യമായിട്ട് ഔട്ട്പുട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും. നമ്മൾ അതിനുള്ള റിപ്ലൈസ് തരാം. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ.